പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ തോമസ് ജോർജ്. കഴിഞ്ഞ 34 വർഷങ്ങളായി കർത്താവിന്റെ കൃപയാൽ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലും മിഡിൽ ഈസ്റ്റിലും അമേരിക്കയിലും കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. ദൈവരാജ്യത്തിന്റെ വെളിപ്പാട് ദൈവം നൽകിയതനുസരിച്ച് ഇപ്പോൾ ഡാളസ് കേന്ദ്രമാക്കി കിങ്ഡം ഓഫ് ഗോഡ് മിഷൻ ചർച്ച് എന്ന പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് നമ്മുടെ ആരാധനയിൽ 113 സങ്കീർത്തനമാണ് നാം ധ്യാനത്തിനായി വായിച്ചത്. എല്ലാവരും യഹോവയെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമായിരുന്നു ഈ സങ്കീർത്തനത്തിൽ നാം കണ്ടത്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ സ്തുതിക്കപ്പെടുവാൻ യോഗ്യമായ ദൈവത്തിന്റെ നാമത്തെ എന്തുകൊണ്ട് നാം സ്തുതിക്കണമെന്ന് എടുത്ത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാകയാൽ ആ ദൈവനാമത്തിന്റെ മഹത്വം ഓർത്ത്, ദൈവത്തിന്റെ കൃപയെ ഓർത്ത് എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ആ ദൈവത്തിന്റെ കൃപയാൽ ഉന്നതനായ ദൈവം താണ ലോകത്തിലേക്ക് കുനിഞ്ഞ് നോക്കുകയും പാപിയായ മനുഷ്യന്റെ അവസ്ഥ അറിഞ്ഞ് അവനെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്ന് പൊടിയിൽ നിന്നും കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ അവരെ ഇരുത്തിയതായ ആ ദൈവകൃപയെ ഓർത്താൽ അവരുടെ പഴയ ചരിത്രം മാറ്റി എഴുതി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ദൈവം വിടുവിച്ചതായ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഈ സങ്കീർത്തന ധ്യാനം എന്റെ മാന്യ ശ്രോതാക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കും. നന്ദി കൊണ്ട് എന്റെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. 113 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഉന്നതത്തിൽ വസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകി സങ്കീർത്തന ഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ഈ തിരുവചന ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. സ്തോത്രം, സ്തോത്രം. മഹത്വമെല്ലാം കർത്താവിന് നൽകുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ദയവായിരിക്കാം. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിലേക്കായി എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയ അമ്മച്ചിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളിൽ വിസിറ്റിങ്ങിനായിട്ട് ഈ രാജ്യത്തായിരിക്കാനും നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവം കൃപ നൽകി. മുടങ്ങാതെ നമ്മുടെ വ്യാഴാഴ്ചത്തെ ദൈവ ബൈബിൾ സ്റ്റഡിക്കും ഈ ആരാധനയിലുമെല്ലാം കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവവചനം ധ്യാനിക്കുന്നത്, വായിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഈ മാതാവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ആത്മീയമായ അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കൂട്ടായ്മയെ സ്നേഹിക്കുകയും ധാരാളം പേര് ഇവിടെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മച്ചിയാണ്. പലരെയും അതിനായി പ്രോത്സാഹിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവ് കൂടെ ഇരിക്കട്ടെ.
അടുത്ത ബുധനാഴ്ച നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവ് കൂടെ ഇരിക്കുവാൻ പ്രത്യേകാൽ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മച്ചി നാട്ടിൽ കടന്നു നിന്നാലും നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് നിശ്ചയമായിട്ടും അറിയാം. അമ്മച്ചി ഓർത്ത് നിശ്ചയമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിൽ നമ്മെ സഭയായി ദൈവം പരിപാലിച്ചു. സൗഖ്യമാക്കുന്നവനായി, വിടുവിക്കുന്നവനായി, അനുഗ്രഹിക്കുന്നവനായി ദൈവത്തെ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ടിടയായി. ഇന്ന് ഈ ആരാധനയ്ക്ക് നാം വായിച്ചതായ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുവാനുള്ള സങ്കീർത്തനമാണ്. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് നാം സ്തുതിക്കണമെന്നാണ് ഈ ചെറിയ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. ഹിയർ ഈസ് വൈ. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം? സ്തോത്രം. നാം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്നതിന്റെ കാരണം ബിക്കോസ് ഹൂ ഹി ഈസ്. അവൻ ആരായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവനെ സ്തുതിക്കുവാനായിട്ട് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ എന്നേക്കും തന്നെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ ദൈവം ആരായിരിക്കുന്നു എന്നോർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നത് ഓരോരുത്തരും വിവിധ നിലകളിലാണ്. അവരുടെ ആ പേഴ്സണാലിറ്റി അനുസരിച്ചാണ്. ചിലർ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കും, ചിലർ സന്തോഷത്തോടെ ചിരിച്ച് ദൈവത്തെ സ്തുതിക്കും, ചിലർ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കും, ചിലർ മുട്ടുമേൽ നിന്ന് ദൈവത്തെ സ്തുതിക്കും. എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നൽകുന്നുവോ അതനുസരിച്ച് നാം ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ദൈവം സ്തുതികൾക്ക് യോഗ്യനായ ദൈവമാണ്. നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ബിക്കോസ് ഓഫ് ഹിസ് ഗ്ലോറി. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവാനായ ഉന്നതനായ ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ മഹത്വം കണ്ടവർ അവനെ ആരാധിക്കും. അതാണ് നാം ഇവിടെ വായിക്കുന്നത്. 4 മുതലുള്ള വാക്യങ്ങളിൽ അത് നാം കാണുന്നുണ്ട്. യഹോവ സകല ജാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. അവന്റെ മഹത്വം വലുതാകയാൽ സകല ജാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നതാകയാൽ നാം അവനെ സ്തുതിക്കണം. സ്തോത്രം. അടുത്തത് നാം വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവമായ ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ. He is exceptional, unequal. അവന് തുല്യനായിട്ട് ആരുമില്ല. നമ്മുടെ ദൈവം ആരാണെന്നും ജീവനുള്ളവൻ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, സർവശക്തൻ, ആ ദൈവത്തെ നാം ആരാധിക്കുന്നു. ആ ദൈവത്തിന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നതിനാൽ നാം അവനെ സ്തുതിക്കണം. ആ ദൈവം മറ്റുള്ള ആരെപ്പോലെയുമല്ല. അവന് തുല്യനായിട്ട് ആരുമില്ലാത്തതിനാൽ നാം അവനെ സ്തുതിക്കണം. മറ്റൊരു കാര്യം നോക്കുക, ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ആവശ്യം എന്താ? നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല. അവന്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. അവന് തുല്യനായിട്ട് ആരുമില്ല. സകലത്തിനു മീതെ അവൻ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവമാണ്. എന്നാൽ അവന്റെ പ്രത്യേകത, അവൻ ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. ഈ ഭൂമിയിലെ സാധുക്കളായ മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ, അവരുടെ ബലഹീനമായ അവസ്ഥ അവൻ അറിയുന്നു, കാണുന്നു.
കുനിഞ്ഞു നോക്കുന്നു മാത്രമല്ല, കുനിഞ്ഞു നോക്കി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കാണാതെ പോയ ജനത്തെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് മനസ്സിലാക്കി അവൻ ഈ താഴലോകത്തിലേക്ക് നമുക്കായി ഇറങ്ങി വന്നു. ആ ദൈവത്തെയാണ് നാം സ്തുതിക്കേണ്ടത്. അവൻ നമ്മെ എല്ലാവരെയും കാണുന്നു. സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കി നമ്മുടെ ഉള്ള അവസ്ഥ അവൻ അറിയുന്ന ദൈവമാണ്. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നുപോലും അവൻ അറിയാതെ താഴെ വീഴുന്നില്ല. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, 1 കാശിന് 2 കുരികിലിനെ കൊടുക്കുന്നു. 1 കാശിന് 2 കുരികിലാണെങ്കിൽ 2 കാശിന് 4 കുരികിലാണ് കിട്ടുന്നത്. എന്നാൽ 2 കാശിന് കുരികിലിനെ ഒന്നിച്ചു വാങ്ങിക്കുന്നവർക്ക് ചിലപ്പോൾ 1 കുരികിലിനെ അധികം കൊടുക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കും 2 കാശിന് 5 കുരികിലിനെ കിട്ടുന്നത്. എന്നാൽ അധികം കൊടുക്കുന്ന ആ കുരികിന് പോലും ദൈവത്തിന് അധികമല്ല. അതിനെയും ദൈവം അറിയുന്നെങ്കിൽ അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മെ എത്രമാത്രം നമ്മുടെ ദൈവം അറിയുന്നു. എന്തുകൊണ്ട് നാം അവനെ സ്തുതിക്കണം? ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. നമ്മുടെ കാണുന്നത്, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. അവന്റെ കൃപയെന്ന് പറയുന്നത് ഉന്നതത്തിൽ അധിവസിക്കുന്ന ആ മഹത്വമുള്ള ദൈവം ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയിട്ട് ബലഹീനനായ മനുഷ്യന്റെ അവസ്ഥകൾ കണ്ടിട്ട് അവനോട് കരുണ തോന്നി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. മനുഷ്യനായിട്ട് അവൻ ഇറങ്ങി വരികയാണ്. അവൻ നമ്മെ തേടി വരികയാണ്. അത് മാത്രമല്ല, അവൻ അവരെ അവിടെ നിന്നും ഉയർത്തുന്നു. റൈസിംഗ് അപ്പ്, അവരെ അവൻ അവിടെ നിന്ന് ഉയർത്തുന്നു എന്ന് നാം വായിക്കുന്നത്. സ്തോത്രം. ഉയർത്തിയിട്ട് എവിടെ നിന്നാണ് നമ്മെ ഉയർത്തുന്നത്? എളിയവനെ പൊടിയിൽ നിന്ന്, ദരിദ്രനെ കുപ്പയിൽ നിന്ന്. പൊടി ദാരിദ്ര്യത്തിന്റെ ഒരു 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 മെറ്റഫോറായിട്ടാണ്, ഉപമാനമായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ കുപ്പ എന്ന് പറയുന്നത്? യെരൂശലേം മതിലിന് പുറത്തായി ഹിന്നോം താഴ്വരയിൽ കനാന്യരായ ജാതികൾ തങ്ങളുടെ ദേവനെ ആരാധിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അവർ അവരുടെ കുഞ്ഞുങ്ങളെ ആ ദേവന് ബലിയർപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ആ ജാതികളെ നശിപ്പിച്ചപ്പോൾ ഈ സ്ഥലത്തെ അവർ നശിപ്പിച്ചു കളഞ്ഞു. ആ അന്യദേവന്റെ ആരാധന സ്ഥലത്തെ നശിപ്പിച്ചിട്ട് അത് ഗാർബേജ് എല്ലാം കൂടെ ഡംപ് ചെയ്യുന്ന കുപ്പക്കുന്നാക്കി മാറ്റി. നമ്മുടെ ഈ സ്ഥലങ്ങളിൽ നാം പലയിടത്തും കാണാറുണ്ടല്ലോ, സിറ്റിയിലുള്ള ഗാർബേജ് എല്ലാം കൂടി കൊണ്ടുവന്ന് ഒരിടത്ത് ഡംപ് ചെയ്തതിനു ശേഷം അവിടെ ഇട്ട് കത്തിക്കുകയാണ്. അവിടെ നിന്ന് എപ്പോഴും പുക ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ആ ഹിന്നോം താഴ്വരയിൽ അവിടെ ഈ കുപ്പകൾ ഇട്ട് കത്തിക്കുന്ന ആ കത്തിക്കുന്നതിനകത്ത് ക്രിമിനൽസിന്റെ ഡെഡ് ബോഡിയും കൂടി ഇട്ട് കത്തിക്കാറുണ്ട്. അവിടെ നായ്ക്കളെല്ലാം അതിന് ചുറ്റും ഇങ്ങനെ നടന്ന് ആ വേസ്റ്റ് ഒക്കെ തിന്നാനായിട്ട് കറങ്ങി നടക്കാറുണ്ട്. അങ്ങനെയുള്ള ആ ഹിന്നോം താഴ്വരയിലെ കെട്ടുപോകാതെ എപ്പോഴും നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീയിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഗേഹന്ന എന്ന പദം പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നത്. അല്ലെങ്കിൽ എപ്പോഴും കത്തുന്ന ആ തീപ്പൊയ്ക, ആ നരകമായി ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്തെയാണ് ആ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നരകം എന്ന് പറഞ്ഞാൽ അതല്ല, ആ കത്തുന്ന തീപ്പൊയ്ക എന്ന് പറഞ്ഞാൽ ആ ഗേഹന്ന എന്ന പദത്തിൽ നിന്നും ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അതൊരു ഉദാഹരണമായി പറയുവാൻ കാരണം, ജാതീയ ദേവനെ ആരാധിച്ചിരുന്ന ഇടം ഇസ്രായേൽ മക്കൾ നശിപ്പിച്ച് കുപ്പക്കുന്നാക്കി മാറ്റി എപ്പോഴും കെട്ടുപോകാത്ത ആ തീയായി അത് കത്തിക്കൊണ്ടിരിക്കുന്നതായ ആ ഇടത്ത് ക്രിമിനൽസിനെ എല്ലാം നശിപ്പിക്കുന്നതായ ആ ഇടം, ആ നരകതുല്യമായിരിക്കുന്ന, നരകത്തിന് സാദൃശ്യമായി പറഞ്ഞിരിക്കുന്ന ആ ഗേഹന്ന എന്ന ആ പദം അതിൽ സമമായി പറഞ്ഞിരിക്കുന്നത് പോലെ പാപത്തിന്റെ ഫലമായി ശിക്ഷയ്ക്ക് അർഹപ്പെട്ട മനുഷ്യൻ നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന
ആ നിത്യാഗ്നിയിലേക്ക് പോകേണ്ടതായ മനുഷ്യനെ ആ കുപ്പക്കുന്നിൽ നിന്ന് നമ്മുടെ ദൈവം ഉയർത്തി. പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നും അവനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാവിലെ നാം ചിന്തിച്ചതുപോലെ ഇവിടുത്തെ ദാരിദ്ര്യം അക്ഷരികമായ ദാരിദ്ര്യത്തെ കുറിച്ചല്ല ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീയമായ ദാരിദ്ര്യം, ദൈവസന്നിധിയോട് അടുത്തിയെല്ലുവാൻ കഴിയാതെ നാം നഷ്ടപ്പെട്ടവരായി, അന്യാധീനപ്പെട്ടവരായി പോയിരുന്നു. എന്നാൽ നമ്മുടെ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്നും നന്മയെ ഉയർത്തി സമ്പന്നരാക്കുവാൻ നമ്മുടെ കർത്താവ് ഉന്നതത്തിലിരുന്നവൻ സാധുക്കളാകുന്ന മനുഷ്യരെ കുനിഞ്ഞു നോക്കി അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെ രക്ഷിക്കുവാൻ മനുഷ്യനായി താണലോകത്തിലേക്ക് വന്നു. എളിയവരെ പൊടിയിൽ നിന്നും ദരിദ്രരെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്നു. He cancels our past. നമ്മുടെ പഴയ അവസ്ഥ, പൊടിയുടെയും കുപ്പക്കുന്നിന്റെയും അവസ്ഥ അവൻ മാറ്റിയിട്ട് നമ്മെ ഇപ്പൊ ഇരുത്തിയിരിക്കുന്നത് എവിടെയാ? പ്രഭുക്കന്മാരോടുകൂടെ. നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അവൻ ഉയർപ്പിച്ചു. കരുണാസമ്പന്നനായ ദൈവം ആ കരുണയുടെ ബഹുത്വത്താൽ നമ്മെ ആ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീപ്പൊയ്കയുടെ അവസ്ഥയിൽ പോകേണ്ടതായ നമ്മെ അവിടെ ഒന്ന് രക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്നും താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമ്മെ അവിടെ ഒന്നും ഉയർത്തി, നമ്മെ കരകയറ്റി, നമ്മുടെ ആ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നമ്മെ പ്രഭുക്കന്മാരോടുകൂടെ, ആ ദൈവത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർത്ത് നാം സ്തുതിക്കണമെന്നാണ്. സ്തോത്രം. നമ്മുടെ അവസ്ഥയ്ക്ക് അവന് വ്യത്യാസം വരുത്തി, നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തി, നമ്മുടെ ചരിത്രത്തിന് വ്യത്യാസം വരുത്തി, നമ്മുടെ കൂട്ടുകാർക്ക് വ്യത്യാസം വരുത്തി നമ്മെ വിശുദ്ധന്മാരുടെ പന്തിയിൽ ദൈവം ഇരുത്തിയിരിക്കുന്നു. സ്തോത്രം. മാത്രമല്ല അവൻ he conquers our problem. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരമായി. എന്താ നാം വായിക്കുന്നത്? അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. മക്കളില്ലാത്ത ഒരു സ്ത്രീ, അവളുടെ പ്രശ്നം അവൾക്കോ ലോകത്തിലെ മെഡിസിനോ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നമാണ്. എന്നാൽ മനുഷ്യർക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നത്തിന് പരിഹാരം നൽകി അവരെ മക്കളുടെ അമ്മയാക്കി സന്തോഷമുള്ളവരാക്കി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. എന്തുകൊണ്ട് നാം ഈ ദൈവത്തെ സ്തുതിക്കണം? ആമേൻ. അവന്റെ കൃപയോർത്ത് ദാരിദ്ര്യത്തിൽ പൊടിയിൽ കിടന്ന ഞങ്ങളെ അവൻ ഉയർപ്പിച്ചു. സ്തോത്രം. സ്തോത്രം. നമ്മുടെ ആ ദാരിദ്ര്യ അവസ്ഥ നമുക്ക് ബോധ്യമാക്കി തന്നു. സ്തോത്രം. ഒരു കാലത്ത് നമ്മൾ ആ നയമാനെ പോലെ യോർദാനിലെ വെള്ളത്തിൽ പോയി മുങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നിഗളിച്ച് താൻ കടന്നുപോയി. എന്നാൽ തന്റെ അഹങ്കാരത്തിന്റെ ആ വാഹന മൃഗത്തു നിന്നും താഴെ ഇറങ്ങി ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതായ വാക്കുകളെ അനുസരിച്ചപ്പോൾ അവനൊരു പുതിയ വ്യക്തിയായി മാറിയതുപോലെ. സ്തോത്രം. ദൈവവചനത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനാണ്, എന്റെ സൽപ്രവൃത്തികൾ കൊണ്ട്, എന്റെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് നാം സമ്മതിച്ച് നമ്മുടെ ആത്മീയ ദാരിദ്ര്യം മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ നാം കുനിഞ്ഞപ്പോൾ, നാം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ നമ്മെ രക്ഷിച്ചു, നമ്മെ ദൈവമക്കളാക്കി മാറ്റി. നമ്മുടെ ആത്മീയമായ ആവശ്യകത നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, നമുക്ക് ആത്മീയമായി നാം ദരിദ്രരാണെന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒന്നുമില്ലായ്മ ഓർത്ത് ദുഃഖിക്കുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നാം ദൈവസന്നിധിയിൽ ദുഃഖിച്ച് കരഞ്ഞെങ്കിൽ മാത്രമേ, കർത്താവേ
എനിക്ക് നിന്റെ കൃപ ആവശ്യമാണ്, നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് സ്വയമായിട്ട് കഴിവില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നാം താഴുമ്പോൾ, സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ രക്ഷിക്കുന്നു. നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തിയിട്ട് വിശുദ്ധന്മാരോടുകൂടെ നമ്മെ സ്വർഗത്തിൽ ആ പന്തിയിൽ നമ്മെ ഇരുത്തുന്നു. ആ ഭാഗ്യകരമായ പദവി ഓർത്ത് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നത്, ദൈവത്തെ സ്തുതിക്കുവാൻ കടന്നു വന്നത് ഈ സന്തോഷം ഓർത്താണ്. സ്തോത്രം. അവൻ നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. നമ്മുടെ പഴയ ചരിത്രം അവൻ മാറ്റി എഴുതി. സ്തോത്രം. നമ്മുടെ ദാരിദ്ര്യം മാറ്റി നമ്മെ ആത്മീയമായി സമ്പന്നരാക്കി, നമ്മെ വിശുദ്ധന്മാരുടെ പന്തിയിലാക്കി. ഇതിനുവേണ്ടി അവൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താഴലോകത്തിലേക്ക് വന്നു. അവൻ സകലനാമത്തിനും മേലായ നാമമുള്ളവനാണ്. അവൻ പാപമില്ലാത്ത പരിശുദ്ധനാണ്, സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. ആ എല്ലാ മഹത്വവും അണിഞ്ഞ കർത്താവ് സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കിയിട്ട് നമ്മെ കണ്ട് നമ്മെ രക്ഷിപ്പാൻ നാം ആയിരിക്കുന്ന ഇടത്ത് നമുക്ക് പകരമായിട്ട് ഇറങ്ങി വന്നതുകൊണ്ട്, മനുഷ്യനായി വന്നതുകൊണ്ടാണ് നമ്മുടെ ഈ സ്ഥിതിക്ക് വ്യത്യാസം വന്നത്. അതോർക്കുന്ന ദൈവവൈതലാണ് സന്തോഷത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് പകൽക്കാലവും ആ സന്തോഷം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം നമുക്ക് എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് സമയമെടുക്കാം. എല്ലാവരും ദയവായി ദൈവസ്ഥനെ എഴുന്നേറ്റ് നിന്നാട്ട്. സ്തോത്രം. നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ അല്പസമയം ആരാധിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.